അല്ലേ? ഇവർ കലാകായിക രംഗത്തും വിവിധ തുറകളിലും അവരുടെ മികവ് തെളിയിച്ചവരാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൽ തെല്ല് പോലും അഹങ്കരിക്കാത്തവരുമാണ്. So let me call on stage the shining stars of our unit. ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ടെൽഫോർഡിൽ നിന്നും വരുന്നു ട്രേസി. സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ ലെസ്റ്ററിൽ നിന്നും വരുന്ന ലീസ. ഭർത്താവ് വക്കീലാണെങ്കിലും ഞാൻ ജഡ്ജിയമ്മയാണ് എന്ന ഭാവത്തോടു കൂടി ഡാർലിംഗ്ടണിൽ നിന്നും വരുന്നു ഡൊറോത്തി. പാചകകലയിൽ മിസസ് കെ എം മാത്യുവിനെ പോലും വെല്ലുന്ന കൈപുണ്യമാണ് തനിക്ക് എന്ന് സ്വയം പറയുന്ന ഇവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണ് താൻ എന്ന് സ്വയം പ്രശംസിക്കുന്നു. യോർക്കിൽ നിന്നും വരുന്നു ലൂയിസ്. സൗന്ദര്യറാണി മത്സരത്തിൽ ഐശ്വര്യ റായെ പോലും വെല്ലുന്ന സൗന്ദര്യം അത് തനിക്ക് മാത്രമാണുള്ളത് എന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് ഡെവണിൽ നിന്ന് വരുന്നു റേച്ചൽ. സഹോദരിമാർക്ക് ആശ്വാസം പകരുന്നതിനായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണെന്നാണ് ഇവരുടെ ഭാവം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം.
ന്യൂ കാസിലിൽ നിന്നും വരുന്നു നിക്കോള. ഈ പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം ചെന്ന കാര്യം നാട്ടുകാർ അറിയുമോ എന്ന മനോവിഷമവുമായി എന്നാൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ബെസ്റ്റ് കൺവീനറാണെന്ന അഹങ്കാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന ചെംസ്ഫോർഡിൽ നിന്നും വരുന്ന ബാർബറ. വെൽക്കം ലേഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇവർക്ക് സംഗീതത്തിൽ പിച്ചോ സംഗതിയോ ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രഗത്ഭരാന്നുള്ള അഹങ്കാരം കൈമുതലുള്ളവരാണ്. ഇവരോട് എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെയോ ഡാൻസിലൂടെയോ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. എന്തായാലും ഒരു പ്രോഗ്രാമൊക്കെ തുടങ്ങുകയല്ലേ, നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. നമ്മുടെ വിശിഷ്ട അതിഥിയായ ജഡ്ജി അമ്മയെ നമുക്ക് വേദിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാദരം ക്ഷണിക്കാം. ജഡ്ജി അമ്മ പ്ലീസ്. യെസ് യുവർ ഓണർ. ദൈവം മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. കർത്താവേ, ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വയ്ക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ സെന്റ് തോമസ് മിഷനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഇടവക ജനങ്ങളെയും എല്ലാം നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം നിന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48B പ്രകാരം വിശ്വാസവഞ്ചനം, പരസ്യമായി തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായി എങ്കിലും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരസ്പര വിരുദ്ധമായിരുന്നതിനാലും പൂർണ്ണ ഗർഭിണിയായിരുന്ന മിസസ് പത്രോസിന്റെ അപേക്ഷയെ മാനിച്ചു NHSൽ മെറ്റേണിറ്റി ലീവ് വെട്ടിക്കുറച്ച പ്രത്യേക സാഹചര്യം പരിഗണിച്ചു നീ അവന് ശിക്ഷയിൽ നിന്ന് മോചനം കൊടുത്തുവല്ലോ. അതുപോലെ അടിയങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർഡർ, ഓർഡർ, ഓർഡർ. താങ്ക് യു ജഡ്ജി അമ്മ. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ കുടുംബിനികളല്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. നിങ്ങളുടെ കുടുംബ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ? ആദ്യം നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
ഓഹോ, അപ്പൊ പിന്നെ നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്താണാവോ അഭിപ്രായം? മക്കളും ഗുരുത്തം കെട്ടവരാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ മരുമക്കളോ, അവരെങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിന്നെ നിങ്ങളുടെ അമ്മായിമ്മനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ആട്ടെ, നിങ്ങളുടെ ഇടവക പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? നിങ്ങളുടെ ഇടവകയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ ആഗ്രഹം? സജിയച്ചൻ മാറി ജോഷിച്ചൻ വന്നു, അന്നും എന്നും മാറാനുള്ളത് അഭിലാഷം മാത്രം. ടീച്ചർ മാറും, അന്നും എന്നും മാറാനുള്ളത് അഭിലാഷം മാത്രം. ജോഷിച്ചൻ ഫാമിലി ബേസിൽ കാശ് വിരിക്കും കൈക്കാരൻ. ജോഷിച്ചൻ ഫാമിലി ബേസിൽ കാശ് വിരിക്കും കൈക്കാരൻ. അപ്പൊ നിങ്ങളുടെ കുടുംബ വിശേഷങ്ങളും ഇടവക വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സന്തോഷമായി ഒക്കെ പോകുന്നോ? താങ്ക് യു ലേഡീസ്. നമ്മളെല്ലാവരും മർത്തോമ ക്രിസ്ത്യാനികളാണല്ലോ. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മൾ നമ്മുടെ പാരമ്പര്യം മറക്കാതെ കാത്തു സൂക്ഷിക്കണം. അതെ, ആ ഓർമ്മയിലൂടെ